വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായി. പൂജാരി ശംഖുമുഖം ദേവിദാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രിയും പ്രദീപ് പാറശാലയുമുണ്ട്. ആദ്യം നമ്മൾ സൂര്യഗായത്രിയിലേക്ക് പോകുന്നു. സൂര്യഗായത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രദീപ് പാറശാലയിലേക്ക് പോകാം. പ്രതിഭ, ഇപ്പോൾ മൂന്നാമത്തെ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരാൾ കൂടി ഈ ഒരു കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. ആ ഒരു കസ്റ്റഡിയിലായതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പോലീസും പറഞ്ഞിരുന്നു, ഇതിലൊരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഏട് കിടപ്പുണ്ട് ഈ ഒരു കേസിൽ. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതും ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലേ? തീർച്ചയായിട്ടും കാളിദാസ് പറയുന്ന പോലെ തന്നെയാണ് ആദ്യം മുതൽ ഇതിലൊരു അന്ധവിശ്വാസത്തിന്റെ ഒരു നടപടിയും മറ്റുള്ള ക്രമങ്ങൾ നടന്നതായിട്ടുള്ള ഒരു രേഖ വീട്ടിൽ നിന്ന് തന്നെ ആദ്യമേ സംശയം ഉളവാക്കുന്ന രീതിയിലായിരുന്നു. ഈ പറയുന്ന അമ്മാവൻ, ഈ മരണപ്പെട്ട ദേവോന്നിന്റെ അമ്മാവൻ തൊട്ടുമുറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്നാണ് ആദ്യം ഈ കുഞ്ഞിനെ കാണുന്നതിന് തൊട്ട് മുന്നിന് സമീപത്ത് തീപിടുത്തം ഉണ്ടായതായിട്ടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിപ്പോൾ വാസ്തവം കൃത്യമായും അത് പൂജയും മറ്റ് ആചാര കർമ്മങ്ങളും നടന്നതായിട്ടുള്ള ചെറിയ ചെറിയ ആരോപണങ്ങളും ഇവിടെ വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇത്തരത്തിൽ കരിക്കകം ദേവി കരിക്കകത്താണ് അദ്ദേഹം ഒരു ജോത്സ്യൻ സെന്റർ ഇട്ടിട്ടുള്ളത്. അവിടെ വീട് വന്നിട്ട് ശംഖുമുഖത്താണ്. ശംഖുമുഖം ദേവിദാസനെയാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മൊഴി എടുക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ദുരൂഹതകളാണ് ഓരോ ദിവസം കഴിയുന്തോറും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തിയെങ്കിലും അമ്മയുടെ പങ്ക് പോലീസ് സംശയത്തിന്റെ നിലയിലായിരുന്നു രാവിലെ മുതൽ. എന്നാൽ വൈകുന്നേരവും കൃത്യമായി ഹരികുമാർ താൻ ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിനെ സ്ഥിരീകരിക്കാൻ പോലീസിന് അല്പം വിഷമമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പൂർണ്ണമായിട്ടും ഈ പറയുന്ന മരണപ്പെട്ട 2 വയസ്സുകാരുടെ അച്ഛൻ രാവിലെ കൃത്യമായും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസിനെ കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറയുന്നത് അമ്മയുടെ പങ്ക്, അതായത് അമ്മ കൃത്യമായും കുടുംബത്തോടൊപ്പമല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഈ അമ്മാവനൊപ്പം അമ്മയുടെ പങ്കും കൃത്യമായി അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് അത് കൃത്യമായിട്ട് അമ്മയുടെ പങ്ക് പരിശോധിച്ച് തന്നെ വരുന്നത്. ഇപ്പൊ നിലവിൽ അമ്മ തിരുവനന്തപുരം മഹിളാ കേന്ദ്രത്തിലാണ് ഉള്ളത്. അവിടെ നിന്നും അല്പസമയത്തിനകം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള അടിമുടി ദുരൂഹത തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം കാണാനില്ലെന്ന ഈ അമ്മ തന്നെയാണ് ശുചിമുറിയിൽ പോയിട്ട് അടുത്തുള്ള തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് അയൽവാസികളോട് പറയുന്നു. തുടർന്ന് ബാലരാമപുരം പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. ബാലരാമപുരം പോലീസ് എത്തി നോക്കിയപ്പോഴാണ് കിണറ്റിലെ ആ ഒരു സംശയം തോന്നിയത്. തുടർന്ന് അഗ്നിശമന എത്തി നോക്കിയ സമയത്ത് കുഞ്ഞ് അവിടെ ഉണ്ടാവുന്ന സാഹചര്യം അതിനുശേഷമുണ്ടായി. കഴിഞ്ഞ ദിവസം പൂർണ്ണമായും രാവിലെ മുതൽ പലതരത്തിലുള്ള മൊഴികളാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന്, അതായത് ഈ അമ്മയുടെയും അമ്മാവന്റെയും ഈ അമ്മൂമ്മയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അത് തന്നെയാണ് പോലീസിനെ വലിയ തരത്തിൽ വഷളാക്കിയതും. എന്തായാലും അടുത്ത ദിവസം, അതായത് ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഈ പറയുന്ന അമ്മാവൻ ഈ പലതരത്തിലും സഹകരിക്കാത്ത ഒരു സാഹചര്യം പോലീസ് പലതരത്തിലും ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ റൂറൽ എസ് പി എത്തിയപ്പോഴും അദ്ദേഹം സഹകരിക്കുന്നില്ല അവരുടെയൊക്കെ. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ജോത്സ്യനിലേക്ക് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും തല മുണ്ടനം ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന ദേവിദാസ് എന്ന് പറയുന്ന ഈ ഒരു പൂജാരി പറഞ്ഞിട്ടാണെന്നുള്ള സംശയം പറയുന്നുണ്ട്. അല്ല കൂടാതെ ഈ ദേവിദാസിനോടൊപ്പം പലപ്പോഴും ഈ പറയുന്ന ഹരികുമാർ ദാസനായി പോയെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ കാണാതാകുന്ന ദിവസത്തിൽ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ മുമ്പായിട്ട് അവിടെ ഒരു പൂജ നടന്നതായിട്ടും സമീപവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു അന്ധവിശ്വാസത്തിൽ തന്നെയാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരി പ്രദീപ്, എന്തായാലും ആ ഒരു ദുരൂഹത ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകളും അതേപോലെ തന്നെ തെളിവ് ശേഖരണവും ഒക്കെ എന്തായാലും ആവശ്യമാണ്. പ്രദീപിലേക്ക് തിരിച്ചെത്താം. സൂര്യഗായത്രിയുണ്ട് നമ്മളോടൊപ്പം. സൂര്യ, ഇപ്പോൾ ഈ ഒരു ജോത്സ്യനും കൂടി ഈ ഒരു കേസിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. എല്ലാവരുടെയും ചോദ്യം ചെയ്യൽ വീണ്ടും ഉണ്ടാകും, അല്ലെങ്കിൽ അമ്മ ശ്രീധുവിനെ ഇനിയും ചോദ്യം ചെയ്യും എന്നൊക്കെ തന്നെയാണ് കടക്കുന്നത്. ഇന്ന് തന്നെ ഈ റിമാൻഡ് നടപടിയോ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ പോലുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസിന് സാധിക്കുമോ? അതൊത്തിരിയാണ്. ഹരികുമാറും ശ്രീധുവും നിഗൂഢമായ മനസ്സുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത്. തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സപ്പ് വീഡിയോ കോളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീധു മതപഠന ക്ലാസുകൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന വിവരം പോലീസ് പറയുന്നുണ്ട്. കൂടാതെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ എന്ന വാർത്തയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പൂജാരിയെ വിളിച്ചു വരുത്തിയുള്ള
ചോദ്യം ചെയ്യലിലേക്ക് അടക്കം പോലീസ് കടന്നിരിക്കുന്നത്. ഈ ഹരികുമാർ പല സ്ത്രീ പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടന്നപ്പോഴും ഈ രക്ഷിച്ചത് ശ്രീതു ആയിരുന്നു. അതിനുശേഷമാണ് ശ്രീതുവിനോടും ഇത്തരത്തിൽ അതിക്രമം കാണിച്ചു തുടങ്ങി എന്നുള്ള മൊഴി അത് ശ്രീതു തന്നെയാണ് പറയുന്നത്. സുഹൃത്തായ കരിക്കകം സ്വദേശിക്ക് 30 ലക്ഷം കരിക്കകം സ്വദേശി 30 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് ശ്രീതു പോലീസിനോട് മൊഴി രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തതെന്നതാണ് മൊഴി. അതേസമയം തന്നെ ഈ സംഭവത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറിന്റെ കാര്യത്തിൽ കൂടുതൽ അവ്യക്തതകൾ പോലീസിന് നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആ വ്യക്തത മാറി അതിൽ ഒരു വ്യക്തത ഉണ്ടാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഹരികുമാർ ഇന്നലെ മുതൽ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സഹകരിക്കാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ ഇത്തരത്തിൽ തുടക്കത്തിൽ എന്താണ് ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലാനുള്ള കാരണം എന്ന് പറയുമ്പോഴും അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാനൊക്കെ പോലീസിനോട് കയർത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഹരികുമാർ. ഇന്നും അതേ സ്വഭാവം ഹരികുമാർ തുടരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഭക്ഷണം കഴിക്കുകയോ മറ്റ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയോ അയാൾ ചെയ്യുന്നില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ എന്നുള്ള ഒരു നിലപാടാണ് ഹരികുമാറിന് ഉള്ളത് എന്നുള്ളതാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അതിന് കൂടുതൽ വ്യക്തത ഉണ്ടാവൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ തന്നെ ഹരികുമാറിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ശ്രീധുവിലേക്കും അന്വേഷണം കടുപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ ഒരു തീരുമാനം. ശ്രീധു പറയുന്ന കാര്യങ്ങളിലും അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ ചോദ്യം ചെയ്യൽ നടത്തുന്നത് അത് റൂറൽ SP KS സുദർശനനാണ്. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്നുമാണ് SP പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കുന്നുണ്ട്, സാഹചര്യ തെളിവുകളടക്കം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന് ഉള്ളിൽ തന്നെ വീടിനകത്ത് ചില സാഹചര്യങ്ങൾ, ചില സംഭവങ്ങൾ തന്നെ വലിയ രീതിയിൽ ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. കത്തിയ നിലയിലായിരുന്നു ഈ ഹരികുമാറിന്റെ കട്ടിൽ വീട്ടിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുരുക്കിട്ട കുറച്ചധികം കയറുകളും ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴും പ്രതി ഈ ഹരികുമാർ കൂടുതൽ പരിശോധന ആ കാര്യത്തിൽ വേണ്ടതില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പ്രതി പറഞ്ഞ കാര്യങ്ങളിൽ സാഹചര്യ തെളിവുകൾ കൂടി കണക്കിലെടുത്താണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഹരികുമാറിന്റെ മൊഴി പൂർണ്ണമായിട്ടും പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെ കുറിച്ചും സൂചനകൾ ഉണ്ട് എന്നാണ് SP പറഞ്ഞത്. ഹരികുമാറിനെ നിലവിൽ SP ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ നടപടികൾ ക്യാമറയിലും പകർത്തുന്നുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും എന്താണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസിന് സംശയം മാത്രമാണ്. പക്ഷെ അതിലേക്കും എത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഈ പൂജാരിയുടെ അടക്കം മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ബന്ധമുള്ള തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ പൂജാരിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. അക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് അയാളെ സ്റ്റേഷനിലേക്ക് പോലീസ് ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ ശ്രീധുവിനെതിരെ ഈ ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന്റെ പിതാവും കൂടി മൊഴി നൽകിയിരിക്കുകയാണ്. അതായത് കുട്ടിയുടെ മരണത്തിൽ ശ്രീധുവിന്റെ പങ്ക് അത് കണ്ടെത്തണം എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. താൻ പറയുന്ന കാര്യങ്ങൾ അത് ശ്രീധു ഒരിക്കലും അനുസരിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഭർത്താവ് ശ്രീജിത്ത് തന്നെ മൊഴിയായിട്ട് പോലീസിന് നൽകിയിട്ടുണ്ട്. ഭർത്താവും മകളും തമ്മിൽ സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നുള്ള മൊഴിയാണ് പിതാവ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ഈ ദുരൂഹതകളൊക്കെ തന്നെ മാഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണം പോലീസ് വീണ്ടും നടത്തുകയാണ്. എല്ലാവരുടെയും മൊഴികൾ പോലീസിന് ഒന്നുകൂടി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീധുവിന് മരണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഹരികുമാർ നൽകിയിരിക്കുന്ന മൊഴി പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാതെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഈ പൂജാരിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ പൂർത്തിയായി അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു കേസ് തുടങ്ങിയ ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മുടെ കേരള വിഷൻ ന്യൂസ് സംഘം ഈ പല ഭാഗങ്ങളിലായി ഈ ഒരു സംഭവ സ്ഥലത്തും പോലീസ് സ്റ്റേഷനിലുമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പ്രദീപ് പാറശാലയിലേക്ക് പോകുന്നു. പ്രദീപ് പാറശാല ആ ഒരു ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ ഭാഗത്തുണ്ട്. പ്രദീപ, ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ജോത്സ്യൻ കൂടി ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുണ്ട്. ജോത്സ്യന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ബാക്കി ആരൊക്കെയാണ് ഈ കേസിനെ സംബന്ധിച്ചുള്ള ആരൊക്കെയാണ് ഇപ്പോൾ ആ സ്റ്റേഷനിലുള്ളത്?
കാളിദാസ് രാവിലെ എത്തിയത് ഈ പറയുന്ന ദേവോന്നിന്റെ അച്ഛൻ പാറശാല പരശുദ്ധ സ്വദേശിയായിട്ടുള്ള ശ്രീജിത്താണ് രാവിലെ എത്തുന്നത്. രാവിലെ ശ്രീജിത്തിനെയാണ് കൃത്യമായി മൊഴി എടുത്തത്, റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത്. അതിനുശേഷമാണ് തുടർന്നാണ് റൂറൽ എസ്പിയും സംഘവും ഈ പറയുന്ന കോട്ടുകാൽ കോണത്തെ വീട്ടിലെത്തി വീട് മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചത്. തിരിച്ച് അവിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം ഇത്തരത്തിൽ റൂറൽ എസ് പി സുദർശൻ സ്റ്റേഷനിൽ തിരിച്ചെത്തുകയും അവിടെ വെച്ചിട്ടാണ് രണ്ടാമത് പോലീസിനെ വിട്ടയച്ച് ഈ പറയുന്ന ജോത്സ്യനെ കരിക്കകത്ത് നിന്ന് ഇവിടെ സ്റ്റേഷനിൽ എത്തിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത് കരിക്കകം ദേവിദാസിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ദുരൂഹതകൾ തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഇതിന് എന്തായാലും വലിയ തരത്തിലുള്ള ദുരൂഹതയും ഇനി നിലവിലുള്ളത് ഈ പറയുന്ന ശ്രീധുവിനെ സ്റ്റേഷനിൽ എത്തിക്കാനുള്ളതാണ്. ശ്രീധുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകും. എന്തായാലും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത്. തീർച്ചയായും പ്രദീപ്, ഈ ഒരു ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഈ ഒരു ജോൾസിനെ സംബന്ധിച്ചുള്ള വിവരം എന്ന് പറയുന്നത് ജോൾസിന്റെ കൂടെയാണ് ഈ ഹരികുമാർ ദാസനായിട്ട് പല പൂജകളിൽ പങ്കെടുക്കാൻ പോയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനു പുറമെ ഈ പറയുന്ന ഈ സംഭവം നടക്കുന്ന 5 മണിക്കാണ്, കഴിഞ്ഞ ദിവസം വെളുപ്പിലെ 5 മണിക്കാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കാണാതാകുന്നത്. അതിന് തൊട്ടു മുന്നേ തന്നെ ഈ പറയുന്ന കുഞ്ഞ് കിടന്ന മുറിക്ക് സമീപമായി അമ്മാവന്റെ മുറിയിൽ തീപിടുത്തമുണ്ടാകുന്നു. അവിടെ നിന്ന് പോലീസ് ഇപ്പോൾ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ പറയുന്ന നെയ്യെണ്ണ, വിളക്ക് അതൊക്കെ സമീപത്തുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എടുത്ത് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ആ ദിവസം ഈ പറയുന്ന ദേവിദാസ് എന്ന് പറയുന്ന ഈ പൂജാരി അല്ലെങ്കിൽ ജോൾസൻ ആ സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം. കാരണം ആദ്യമേ തന്നെ പോലീസ് ഡിവൈഎസ്പി ആയിട്ടുള്ള അന്വേഷണ സംഘത്തെ ഡിവൈഎസ്പി ഷാജികുമാർ ഈ വീട്ടിലെത്തിയപ്പോൾ മൂത്ത മകൾ ആദ്യം പറയുന്നുണ്ടായിരുന്നു, ഒരാളെ കാണുന്നുണ്ടായിരുന്നു, തിരിച്ചത് നെയിലാകാൻ സാധ്യതയെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അതിന് മാറ്റുകയായിരുന്നു. എന്നാൽ അതൊക്കെ ആ പറയുന്ന ആദ്യം കൊടുത്ത മൊഴികളെല്ലാം ഇത്തരത്തിൽ ഒരാൾ കൂടെ ഉണ്ടോ എന്നുള്ള സംശയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പൂജ നടത്താനെത്തിയ ഈ ജോത്സ്യനാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ശരി പ്രദീപ, എന്തായാലും ആ ഒരു ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. അവിടെ ജോത്സ്യനെ അടക്കം പൂജാരി ശംഖുമുഖം ദേവിദാസനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഒപ്പം ഇനിയും ദുരൂഹതകൾ അഴിയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഈ പൂജാരിയിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പ്രദീപ് പാറശാലയും സൂര്യഗായത്രിയുമാണ് വിവരങ്ങൾ നൽകിയത്.